40 വയസ്സ് കഴിഞ്ഞു. ഇനി എന്ത്? കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മുഖത്തെ ചെറിയ മാറ്റങ്ങൾ കാണാം. മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ചില സ്വപ്നങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ചില കാര്യങ്ങൾ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മനസ്സ് പറയുന്നു, ഇനി വൈകിപ്പോയില്ലേ. ഈ വീഡിയോയിലെ ഒരു വാക്കുപോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതാണ്. 40 കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ജീവിതം കഴിഞ്ഞ് നിങ്ങൾക്കായി ജീവിക്കാൻ തുടങ്ങുന്ന കാലമാണ് ഇത്. ഞാൻ എപ്പോഴാണ് എന്നെ മറന്നത്? ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആകണം, ഇത് പഠിക്കണം, ഇവിടെ പോകണം, എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. പിന്നെ ജീവിതം തുടങ്ങി. പഠനം, ജോലി, വിവാഹം, കുടുംബം, കുട്ടികൾ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാക്കുന്നതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ മറന്നുപോയി. ഒരു ദിവസം കുട്ടികൾ വളർന്നപ്പോൾ, അവർക്ക് അവരുടെ ലോകം ഉണ്ടായപ്പോൾ നിങ്ങൾ ഒരു നിമിഷം മിണ്ടാതിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം വരും, എൻ്റെ ജീവിതം എവിടെ പോയി? ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം എവിടെയും പോയിട്ടില്ല. ഇത് ഇപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. 40 എന്നത് അവസാനമല്ല, ഒരു ഉണർവാണ്. 20 നമുക്ക് പല കാര്യങ്ങളും അറിയില്ല. 30 മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ കൂടുതൽ ബാധിച്ചേക്കാം. പക്ഷേ 40 നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കും. ആരാണ് യഥാർത്ഥത്തിൽ നമ്മോടൊപ്പം നിൽക്കുന്നത് എന്ന് മനസ്സിലായി കാണും. ആരാണ് നമ്മളെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാകും. എന്താണ് ജീവിതത്തിൽ പ്രധാനമെന്നും മനസ്സിലാകും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്നും മനസ്സിലാകും. 40 വയസ്സ് നിങ്ങൾക്ക് വയസ്സാകുന്നതിൻ്റെ തെളിവല്ല, നിങ്ങൾ അനുഭവത്തിലൂടെ ശക്തയായതിൻ്റെ തെളിവാണ്. എനിക്ക് ഇനി വൈകിപ്പോയി. ഏറ്റവും വലിയ കള്ളം. നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്. ഒരു ബിസിനസ് തുടങ്ങണം, പഠനം പൂർത്തിയാക്കണം, ജോലിക്ക് പോകണം, യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഒരു പുതിയ സ്കിൽ പഠിക്കണം. പക്ഷേ നിങ്ങൾ പറയുന്നു, ഈ പ്രായത്തിൽ ഇതൊക്കെ തുടങ്ങാമോ? എന്തുകൊണ്ട് പറ്റില്ല? ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ തുടങ്ങുന്നില്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ പ്രായം എത്രയാകും? 45. പക്ഷേ ഇന്ന് തുടങ്ങിയാൽ 45 വയസ്സിൽ നിങ്ങൾക്കൊരു പുതിയ സ്കിൽ ഉണ്ടാകും, ഒരു പുതിയ ഇൻകം ഉണ്ടാകും, ഒരു പുതിയ കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു പക്ഷേ ഇന്ന് സ്വപ്നം കണ്ട കാര്യം അന്ന് നിങ്ങളുടെ യാഥാർത്ഥ്യമായിരിക്കും. പക്ഷേ ഇന്നൊന്നും ചെയ്യാതെ ഇരുന്നാൽ 45 വയസ്സിൽ നിങ്ങൾ വീണ്ടും പറയും, 40 തുടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. സമയം പോകും, പ്രായം കൂടും. പക്ഷേ നിങ്ങൾ തുടങ്ങുമോ ഇല്ലയോ എന്ന തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങളുടെ പ്രായമല്ല നിങ്ങളെ തടയുന്നത്, നിങ്ങളുടെ ഭയമാണ്. ആളുകൾ എന്തു പറയും? എനിക്ക് പറ്റുമോ? ഞാൻ തോറ്റുപോയാൽ? ഈ പ്രായത്തിൽ പഠനം, ഈ പ്രായത്തിൽ യൂട്യൂബ്, ഈ പ്രായത്തിൽ പുതിയ കരിയർ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നത് നിങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് മറ്റുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവരെയും കേൾക്കേണ്ടതില്ല, എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അനുമതി മാത്രമാണ്. ഇനി 40 കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ സന്ദേശം, നിങ്ങൾ ആരുടെയെങ്കിലും മകളാണ്, ആരുടെയെങ്കിലും ഭാര്യയാണ്, ആരുടെയെങ്കിലും അമ്മയാണ്. പക്ഷേ നിങ്ങൾ കൂടിയാണ്. ഈ ഒരു സത്യം മറക്കരുത്. കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചത് തെറ്റല്ല, കുടുംബത്തിന് വേണ്ടി ജീവിച്ചത് തെറ്റല്ല, ഭർത്താവിനെ പിന്തുണച്ചത് തെറ്റല്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് സ്വാർത്ഥതയല്ല. ഒരു ദിവസം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യൂ, ആരോഗ്യം ശ്രദ്ധിക്കൂ, പുസ്തകം വായിക്കൂ, പുതിയൊരു സ്കിൽ പഠിക്കൂ, നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരുടെ ഒത്ത് ഒരുപാട് സമയം ചെലവഴിക്കൂ, നിങ്ങളുടെ സ്വന്തം സന്തോഷം കണ്ടെത്തൂ. കാരണം ഒരു സ്ത്രീ സ്വയം സന്തോഷവതിയാകുമ്പോൾ അവളുടെ ചുറ്റുമുള്ള ലോകത്തേക്കും സന്തോഷം പകരും. 40 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന 5 പവർഫുൾ കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ശരീരത്തെ വീണ്ടും സ്നേഹിക്കൂ.
മുമ്പ് ഞാൻ എത്ര സ്ലിം ആയിരുന്നു, ഇപ്പോൾ ഞാൻ പഴയതുപോലെയല്ല. ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ ശരീരം നിങ്ങളെ ഇത്രയും വർഷം ജീവിതത്തിലൂടെ കൊണ്ടുവന്നു. അതിന് നന്ദി പറയൂ, എക്സസൈസ് ചെയ്യൂ, നല്ല ഭക്ഷണം കഴിക്കൂ, റെസ്റ്റ് എടുക്കൂ. നിങ്ങളുടെ ശരീരത്തെ ശിക്ഷിക്കരുത്, ഒന്ന് കെയർ ചെയ്യൂ. സെക്കൻഡ് പോയിന്റ്, സാമ്പത്തികമായി ശക്തിയാകൂ. നിങ്ങൾക്ക് എത്ര പ്രായമായാലും പണം കൈകാര്യം ചെയ്യാൻ പഠിക്കാൻ വൈകിയിട്ടില്ല. നിങ്ങളുടെ ഇൻകം, സേവിങ്സ്, എക്സ്പെൻസസ്, ഫൈനാൻഷ്യൽ ഗോൾസ് ഇവയെക്കുറിച്ച് അറിവുണ്ടാകണം. ഒരു പുതിയ സ്കിൽ പഠിച്ച് വരുമാനം ഉണ്ടാക്കണം. ചെറിയ രീതിയിൽ തുടങ്ങണം. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവിലൂടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. തേർഡ് പോയിന്റ്, ഒരു പുതിയ സ്വപ്നം തിരഞ്ഞെടുക്കൂ. ചെറുപ്പത്തിലെ സ്വപ്നം ഇനിയും പൂർത്തിയായില്ലേ? കുഴപ്പമില്ല, പുതിയ സ്വപ്നം കാണൂ. ജീവിതം ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ മാത്രമുള്ളതല്ല. ഒരു സ്വപ്നം പൂർത്തിയാകാത്തപ്പോൾ ജീവിതം അവസാനിക്കുന്നുമില്ല. ചിലപ്പോൾ ഒരു സ്വപ്നം തകരുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഫോർത്ത് പോയിന്റ്, പഴയ വേദനകൾ ഇറക്കി വെക്കൂ. 40 വർഷങ്ങൾ കൊണ്ട് എത്രയോ വേദനകൾ, ആരുടെയൊക്കെയോ വാക്കുകൾ, വഞ്ചന, അവഗണന, നിരാശകൾ. പക്ഷേ ഒരു ചോദ്യം, ഇനി എത്ര വർഷം നിങ്ങൾ ആ പഴയ മുറിവുകൾ ചുമന്നു നടക്കും? മറക്കണം എന്നല്ല, സംഭവിച്ചത് ശരിയായിരുന്നു എന്നുമല്ല, പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ ഇന്നലെയുടെ വേദന നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഹീലിംഗ് തിരഞ്ഞെടുക്കൂ. ഫിഫ്ത്ത് പോയിന്റ്, ഇനി എന്ത് എന്ന ചോദ്യം ചോദിക്കൂ. എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിൽ മാത്രം ജീവിക്കരുത്. പകരം ചോദിക്കൂ, ഇനി ഞാൻ എന്താക്കാൻ പോകുന്നു? ആ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റും. ഏറ്റവും വലിയ റിഗ്രറ്റ് എന്തായിരിക്കും എന്നറിയാമോ? 60 വയസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടി വരും, എനിക്ക് 40 വയസ്സുള്ളപ്പോൾ എനിക്ക് എത്ര സമയം ഉണ്ടായിരുന്നു? അന്ന് ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ, അന്ന് ഞാൻ എന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ, അന്ന് ആളുകളെ ഭയപ്പെടാതിരുന്നെങ്കിൽ. അങ്ങനെ ഒരു റിഗ്രറ്റ് നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് 40 വയസ്സ് ഒരു വാർണിംഗ് അല്ല, 40 വയസ്സ് ഒരു വേക്കപ്പ് കോൾ ആണ്. ഇന്ന് നിങ്ങൾക്ക് 40 വയസ്സായിരിക്കാം, 42 ആയിരിക്കാം, 48 ആയിരിക്കാം, 55 ആയിരിക്കാം. നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിലെ നമ്പർ എത്രയായാലും നിങ്ങളുടെ ഉള്ളിലെ ജീവിതം അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും സ്നേഹിക്കാം, പഠിക്കാം, സമ്പാദിക്കാം, യാത്ര ചെയ്യാം, ചിരിക്കാം, വീണ്ടും തുടങ്ങാം, ഒരു പുതിയ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാം. ജീവിതം നിങ്ങളെ പലതവണ തകർത്തിട്ടുണ്ടാകാം, പക്ഷേ വീണ്ടും സ്വയം നിർമ്മിക്കാൻ നിങ്ങളെ തടയാൻ അതിന് കഴിയില്ല. സോ എന്നെ കാണുന്ന ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണെങ്കിൽ ജസ്റ്റ് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കൂ, അതിലേക്ക് നോക്കൂ, എന്നിട്ട് പറയൂ, ഇനിയും വൈകിയിട്ടില്ല. വീണ്ടും പറയൂ, എൻ്റെ പ്രായം എൻ്റെ പരിധിയല്ല. ഞാൻ വീണ്ടും തുടങ്ങാൻ തയ്യാറാണ്. നിങ്ങൾ 20 വയസ്സുള്ള പെൺകുട്ടിയെ പോലെ ആകേണ്ടതില്ല. കാരണം നിങ്ങൾ ഇന്ന് 40 കഴിഞ്ഞ അനുഭവങ്ങളുള്ള, മുറിവുകളെ അതിജീവിച്ച, കൂടുതൽ ബുദ്ധിയുള്ള, കൂടുതൽ ശക്തയായ ഒരു സ്ത്രീയാണ്. ഇനി ജീവിതം നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മാത്രം നോക്കരുത്. ഇനി നിങ്ങൾ ജീവിതത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് തീരുമാനിക്കൂ. കാരണം ഓർക്കൂ, 40 കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് അറിയുന്ന ജീവിതം തുടങ്ങുകയാണ്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ സ്ത്രീകളും കമൻറ്റിൽ എഴുതൂ, ഇനിയും വൈകിയിട്ടില്ല, എൻ്റെ ജീവിതം ഇപ്പോൾ തുടങ്ങുകയാണ്. താങ്ക് യു.